അസ്സലാമലൈക്കും. അലൈഹിസ്സലാം. എന്താ ഇവിടെ നിൽക്കുന്നത്? ഞങ്ങളിങ്ങനെ മരം ഇതൊക്കെ കണ്ട് കാഴ്ചകൾ കണ്ടു. ഇവിടെ നിൽക്കുമ്പോ നല്ല രസമുണ്ട് അല്ലേ? യാ. ഇന്നിപ്പോ ജൂൺ 5 അല്ലേ? ആ. ഇത് ഈ മരം ഏതാന്നറിയോ? ഈ മരം ഇല്ലല്ലോ. അറിയൂലല്ലേ? പനയുണ്ടല്ലേ ഇവിടെ? നമ്മ ഇങ്ങനെ നടന്നാലോ? ഇത് നല്ല രസമുള്ള ഒരു സ്ഥലം അല്ലേ? വരി, നമുക്കൊരു മരമൊക്കെ നടാം അല്ലേ? ഓക്കെ. ഇന്നിപ്പോ നമ്മുടെ ദിവസത്തിന്റെ പ്രത്യേകത ജൂൺ 5 അല്ലേ? ഞാനിപ്പോൾ ഉള്ളത് കോഴിക്കോട് ജില്ലയിലെ കൊടുവള്ളിയിലെ മാനിപുരം ഹയാത്തുൽ ഇസ്ലാം മദ്രസയിലെ കുട്ടികളുടെ കൂടെയാണ്. ഇവിടെ ഒരു ചെറിയൊരു ക്യാമ്പൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് ഈ ക്യാമ്പ് നടന്ന ഒരു ഇടം എന്ന് പറയുന്നത് പ്രകൃതി രമണീയമായിട്ടുള്ള ഒരുപാട് ഫലവൃക്ഷങ്ങളുള്ള ഒരു സ്ഥലമാണ്. ഇത് ഇവിടുത്തെ ഉസ്താദുമാരാണ്. അബ്ദുൽ ബാരി ഉസ്താദി മദ്രസയിലെ സദർ ഉസ്താദാണ്. അപ്പോൾ ഞങ്ങൾക്കൊരു മരം നടണം. അതോടൊപ്പം തന്നെ ഇവിടെയുള്ള ഒരുപാട് മരങ്ങളുണ്ട്, ഒരുപാട് ലതാദികളുണ്ട്, ഫലവൃക്ഷങ്ങളുണ്ട്, അതുപോലെ തന്നെ പൂക്കളും കായ്ക്കളും ഒക്കെയുള്ള മരങ്ങളുണ്ട്. നമ്മൾ ഈ ജൂൺ 5 പ്രകൃതി ദിനം എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ പരിസ്ഥിതി ദിനം എന്ന് നമ്മൾ പറയുമ്പോൾ, നമ്മൾ എല്ലാ വർഷവും പണ്ടാരോ പറഞ്ഞിട്ടുണ്ട്, കേരളത്തിൽ ഈ ജൂൺ 5 നട്ട മരങ്ങൾ മാത്രം കായ്ക്കുകയും പൂക്കുകയും ചെയ്താൽ കേരളം ഒരു ഫോറസ്റ്റ് ആയിട്ട് മാറും എന്നൊക്കെ പറയായിരുന്നു. പക്ഷേ നമ്മളെന്തോ അതിനെ സൂക്ഷിക്കാൻ മറന്നു പോകുന്നതോ അല്ലെങ്കിൽ അതിൻ്റെ എന്താണെന്ന് അറിയില്ല. ഏതായാലും ഈ രീതിയിലാണ് നമ്മുടെ പരിസ്ഥിതി ദിനം ആചരിക്കപ്പെടുക. പക്ഷേ അതിൽ ആത്മാർത്ഥത ഉള്ള പരിസ്ഥിതി ദിനങ്ങളും ഉണ്ട്. നമ്മുടെ പരിസ്ഥിതി ലോലമായിട്ടുള്ളൊരു പ്രശ്നം നമ്മുടെ കേരളത്തെ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലം കൂടിയാണ് ഈ കാലം. അതുകൂടി നമ്മൾ ഈ അവസരത്തിൽ പറയേണ്ടതുണ്ട്. കാരണം നമ്മുടെ വികസനങ്ങളും നമ്മുടെ എല്ലാം പരിസ്ഥിതിക്ക് അനുകൂലമായിട്ടുള്ള രീതിയിലേക്ക് മാറണം എന്നതൊക്കെ ഇതിൻ്റെ അനുബന്ധമായിട്ടുള്ള ചർച്ചയാണ്. ഈ ജൂൺ 5 ഈ പരിസ്ഥിതി ദിനം അല്ലെങ്കിൽ ഈ ഭൂമി എന്ന് പറയുന്നത് ഇന്നേക്കുള്ളതല്ല, നാളത്തേക്കുള്ളതാണ്. വരും തലമുറക്ക് വേണ്ടിയുള്ളതാണ് ജൂൺ 5 അല്ലെങ്കിൽ പരിസ്ഥിതി എന്നൊക്കെ പറയുന്നത്. അപ്പം നമ്മൾ നിങ്ങളുടെ മനസ്സിലുള്ള ഒരു പരിസ്ഥിതി ദിനം അല്ലെങ്കിൽ പരിസ്ഥിതി ആചരണം എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? നിങ്ങൾക്ക് അറിയാവുന്ന രീതിയിലൊന്ന് പറയാൻ പറ്റും? ചെടി നടാ, പിന്നെ അത് നട്ടിട്ട് നമുക്ക് എന്താണ് കിട്ടുന്നത്? ഓക്സിജൻ കിട്ടും, ഫ്രൂട്ട്സ് കിട്ടും, തണൽ കിട്ടും. പിന്നെ അല്ലേ, പരിസ്ഥിതി എന്ന് പറയുന്നത് നമ്മുടെ നിലനിൽപ്പ് പോലും ഈ പരിസ്ഥിതി ഉള്ളതുകൊണ്ടാണ് അല്ലേ? അപ്പം ഈ പരിസ്ഥിതി നിലനിർത്തുക അല്ലെങ്കിൽ ശുദ്ധവായു കിട്ടുക, നമ്മൾ മനുഷ്യർക്ക് ജീവിക്കാൻ അവകാശമുള്ള പോലെ ഈ ഭൂമിയിൽ ഫലവൃക്ഷങ്ങൾക്കും അതുപോലെ തന്നെ വൃക്ഷങ്ങൾക്കും ഒക്കെ ജീവിക്കാനുള്ള അവകാശമുണ്ട് അല്ലേ? അപ്പം ഇതിനൊക്കെ ഇവയെല്ലാം കൂടുന്നതാണ് പരിസ്ഥിതി. മനുഷ്യൻ മാത്രം കൂടുന്നതല്ല ഭൂമി എന്ന് പറയുന്നത് അല്ലേ? ഇവിടുത്തെ ജീവജാലങ്ങൾ, ഇവിടുത്തെ ജന്തുലതാദികൾ എല്ലാം, സസ്യലതാദികൾ, ജന്തുക്കൾ, അങ്ങനെ തുടങ്ങി എല്ലാം ഉൾക്കൊള്ളുന്ന ഒന്നാണ് നമ്മുടെ ഭൂമി എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ഉസ്താദുമാരൊക്കെ ഇവിടെയുണ്ട്. ജാസിം ഉസ്താദേ, നമ്മുടെ എന്തെങ്കിലും വ്യത്യസ്ത പരിപാടികളൊക്കെ ഇത് സംബന്ധിച്ച് നിങ്ങൾ മദ്രസയിലൊക്കെ കുട്ടികൾക്കൊക്കെ നടത്താറുണ്ടോ? എന്തൊക്കെയാണ് നിങ്ങളുടെ പരിപാടികൾ? ഞങ്ങൾ ഒരുപാട് പരിപാടികൾ നടത്താറുണ്ട്. ഇപ്പം അടുത്ത് ഈ ഒരു സൈറ്റിൽ തന്നെയായിരുന്നു നമ്മളൊരു ക്യാമ്പ് നടത്തിയിരുന്നത്. അപ്പോൾ പ്രത്യേകിച്ച് ഇവിടെ നമ്മൾ ക്യാമ്പ് നടത്തുമ്പോൾ കുട്ടികൾക്കൊരു പ്രകൃതിയുമായിട്ടുള്ളൊരു ബന്ധം നമുക്ക് ഇവിടുന്ന് കിട്ടുന്നുണ്ട്. ഒരുപാട് മരങ്ങളുണ്ട്, അതുപോലെ കിളികളുടെ ശബ്ദങ്ങൾ, തൊട്ടുബേക്കിൽ പുഴയുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് ഒരു പ്രകൃതിയുമായിട്ട് മക്കൾക്കൊരു ടച്ചും അതുപോലെ ഒരു ബന്ധമൊക്കെ കിട്ടാനുള്ള ഒരു സൈറ്റാണ്. നമുക്കൊന്ന് ഇങ്ങനെ നടക്കല്ലേ, നടന്നിങ്ങനെ പോവാം. ഓക്കെ. അപ്പോൾ ഇത് നല്ല ഒരുപാട് ഇവിടുത്തെ ഏറ്റവും പ്രത്യേകത തന്നെ ഈ ഒരുപാട് മരങ്ങൾക്കിടയിലൂടെ നമുക്ക് ഇങ്ങനെ നടക്കാമെന്നുള്ളതാണ്. അതെ അതെ. ഇത് സത്യം പറഞ്ഞാൽ ഇതൊരു വീടാണ്, ഒരു വീട്ടുകാരൻ്റെ ഒരു കോൺസെപ്റ്റാണ്. അദ്ദേഹം ഇവിടെ ഇല്ലാത്തത് കൊണ്ട് മാത്രം നമ്മൾ അദ്ദേഹത്തെ ഫ്രെയിമിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് പറ്റിയിട്ടില്ല. കാരണം അദ്ദേഹത്തിനെ നമ്മൾ അഭിനന്ദിക്കുകയാണ്. കാരണം ഒരു വീടകം എങ്ങനെ ആയിരിക്കണം എന്നത്, ഒരുപാട് മരങ്ങൾ, അതും വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് കാഴ്ചകൾ അല്ലേ? നമുക്ക് ഇവിടെ വരുമ്പം വേറൊരു ഫീലാണ് കിട്ടുന്നത്, ഒരു തണുപ്പ് കിട്ടുന്നുണ്ട്. ഇതൊരു പുഴയോരമാണ് ഇവിടെ. അതെ അതെ അതെ. അപ്പോൾ നമുക്കിങ്ങനെ ഒരുപാട് കിളികൾക്ക് വെള്ളം കൊടുക്കാനുള്ള സൗകര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു മരം ഇവിടെ നടേണ്ടതുണ്ട്. നമ്മൾ അവിടേക്കൊന്ന് പോയി നോക്കാം. കാരണം ഞാൻ എത്ര മരം എന്ന് ഇവിടെ പറയുന്നില്ല, ഏകദേശം ഒരു 100-100 മരങ്ങൾ, വ്യത്യസ്ത മരങ്ങൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. ആ രീതിയിൽ ഈ വീടിനെ നമുക്ക് സജ്ജീകരിക്കാൻ പറ്റിയിട്ടുണ്ട് ഇവിടുത്തെ ഈ വീട്ടുകാരന് എന്നുള്ളതാണ്. അപ്പം പരിസ്ഥിതി നമ്മൾ ഇത് നടുമ്പോൾ പോലും അദ്ദേഹത്തിൻ്റെ സമ്മതത്തോടു കൂടിയാണ് നമ്മളിവിടെ ഒരു മരം നടാൻ ഉദ്ദേശിച്ചത്. നമ്മൾ ഇത് സൂക്ഷിക്കുക എന്നുള്ള, ജീവിതത്തിൽ ഒരു മരമെങ്കിലും നട്ടുപിടിപ്പിച്ചത് കണ്ട ആളുകളുണ്ടോ? ഉണ്ടോ? വളർന്നത്
നിങ്ങളൊക്കെ മരം വെച്ചിട്ടുണ്ട്. എത്ര വർഷം മുമ്പ്? 1ാം ക്ലാസ്. ആ മരം ഇപ്പൊ എത്ര വലുപ്പം വെച്ചു? ഏത് മരമായിരുന്നു? റംബുട്ടാൻ, പേരക്ക, പിന്നെ ചാമ്പക്ക, മാവ്, റംബുട്ടാന്, കായുണ്ട്. ജീവിതത്തില് നമ്മളൊക്കെ ഓരോ മരങ്ങൾ നട്ടിട്ടുണ്ടല്ലേ? റംബുട്ടാനാണ്. എന്താ നട്ടത്? റംബുട്ടാൻ. കായ് പറിച്ചോ? കഴിച്ചോ? അതിൻ്റെ ഒരു ഫീൽ എന്താ? സന്തോഷം. എങ്ങനെ ആ സന്തോഷം നമ്മൾ എക്സ്പെക്ട് ചെയ്യില്ല. നമ്മളിപ്പോൾ ഒന്ന് കിട്ടുന്നു, നമ്മളിങ്ങനെ നമ്മൾ അഭിമാനത്തോടു കൂടി പറയുന്നു ഇത് ഞാൻ നട്ട മരമാണ്. എന്താ മരം നടാൻ കാരണം എന്തായിരുന്നു? ഇതുപോലെ ജൂൺ 5 നട്ടാണോ അല്ലെങ്കിൽ എല്ലാത്തൊരു ദിവസം നട്ടാണ്? അതിനൊരു ഷെയ്ക്കാണ്ട്. അപ്പം നമുക്ക് ഇവിടെ ഇന്നൊരു മരം ഈ മദ്രസയിലെ കുട്ടികളുടെ നേതൃത്വത്തിൽ ഒന്ന് നടുകയാണ്. അപ്പം നമ്മളെല്ലാവരും ചേർന്ന് ഒരു മരം നടുകയാണ്. അപ്പോൾ ഈ മരം വലുതാവട്ടെ. അതോടൊപ്പം തന്നെ ഓരോ മരം നടുമ്പോഴും നമ്മൾ അതിൻ്റെ ഒരു സന്തോഷം നമ്മൾ ഭൂമിക്ക് ഒരു കുട ചാർത്തുകയാണ്. ആ ഒരു സന്തോഷം നമുക്കൊക്കെ ഉണ്ട്. അത് നമുക്കെല്ലാവർക്കും ഒരുപോലെ ആസ്വദിക്കാൻ കഴിയണം. ഒന്നുകൂടി ഈ ഭൂമി നമ്മുടേതല്ല, ഭാവി തലമുറക്കുള്ളതാണ്. അങ്ങനെ ഓരോ തലമുറയും ചിന്തിച്ചാൽ നമ്മുടെ ഭൂമി പരിപാവനമാകും, നമ്മുടെ വാസം എത്രമേൽ മനോഹരമാകും എന്നുള്ളതാണ്. എല്ലാവർക്കും പരിസ്ഥിതി ദിന ആശംസകൾ.